ഗേസ് അപ്പം ഞാൻ ദേ ഈ ഫോണിൻ്റെ ഒരു യൂസ് മീൻസ് അന്ന് ഞാൻ യൂസ് ഒന്നും ചെയ്തില്ല. ജസ്റ്റ് ഞാനിപ്പോൾ ഈ LCD ഡിസ്പ്ലേ എന്ന് കണ്ടപ്പോൾ ഞാൻ ഈ സംഭവത്തിൻ്റെ ഒരു റിവ്യൂ പോലെ ഒരു ഇതെടുത്തിട്ടായിരുന്നു. പക്ഷെ അതെനിക്ക് തോന്നുന്നത് അത് ഞാൻ സാറ്റിസ്ഫൈഡ് ആയില്ല. എന്നിട്ട് ഞാനിത് യൂസ് ചെയ്തിട്ട് വന്നിട്ട് കണ്ട് ഫോൺ ഉപയോഗിക്കുക കാശിനോളത്തില്ലാത്ത ഫോൺ പോയി മേടിക്കരുത്, എനിക്ക് അത്രേ പറയാനുള്ളൂ. കാശിനോ ഒരു തേങ്ങയില്ല ഈ ഫോണിനകത്ത്. LCD ഡിസ്പ്ലേ 2026 LCD ഡിസ്പ്ലേ 8000 mAh ബാറ്ററിയും ഒരു 50 മെഗാ പിക്സലിൻ്റെ സോണിയുടെ ക്യാമറയും, ഇത് രണ്ടുമേ ഉള്ളൂ ഇതിനകത്ത്. ഇത് രണ്ടും മതി ഒരു ഫോൺ ഓടിക്കാനായിട്ട്. അറിയാൻ മേല ഒരു തേങ്ങയില്ല ഇതിനകത്ത്. പിന്നെ IP69 പ്രോയുടെ വാട്ടർ റെസിസ്റ്റൻസ്, വേറൊരു തേങ്ങയില്ല ഇതിനകത്ത്. 8000 mAh ബാറ്ററി വെച്ച് നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആവുമോ? ഒരു 8000 mAh ബാറ്ററി ഉണ്ടെങ്കിൽ എന്നാൽ പിന്നെ എല്ലാ ഫോണിനും 8000 mAh ബാറ്ററി വെച്ച് ഇറക്കിയാൽ മതിയല്ലോ. 3 ദിവസത്തെ പവർ ബാറ്ററി ബാക്കപ്പ് എന്തിന്? ഇത് മതി, ഒരാൾക്ക് ഇത് മതി. 45 വാട്ടിൻ്റെ 8000 mAh ബാറ്ററി ഉള്ള ഫോണിനകത്ത് 45 വാട്ടിൻ്റെ ചാർജർ, മിനിമം ഒരു 85 വാട്ട്. പിന്നെ കാശിന് വളർത്തിട്ട് ഒരു പ്രോസസ്സറും 4 വർഷം പണ്ടത്തെ പ്രോസസ്സറാണ് കൊണ്ടുവച്ചേക്കുന്നതിനകത്ത്. 2026 4 വർഷം പണ്ടത്തെ പ്രോസസ്സർ കൊണ്ടുവച്ചേക്കുന്നു. ഒന്നും വേണ്ട, UFS 2.2 സ്റ്റോറേജും. അത് എന്തുമാത്രം ഇതാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. UFS 2.2 സ്റ്റോറേജ്, അന്ന് 7 വർഷത്തെ ഒടുക്കത്തെ ബാറ്ററിയുടെ ലൈഫും കിട്ടുമെന്ന്. ഇതെവിടുത്തെ ന്യായം? ഇങ്ങനെയൊക്കെ ഫോൺ മേടിക്കരുത് പോയി. ഈ ഫോൺ ഒരിക്കലും ആരും സജസ്റ്റ് ചെയ്യത്തില്ല. ആര് കടയെ കൊടുത്ത ചേട്ടാ എനിക്ക് നല്ല ബാറ്ററി ബാക്കപ്പ് ഉള്ള ഫോൺ എടുത്തു തന്നാൽ ഈ ചേട്ടൻ ഈ സാധനം എടുത്തു തന്നാൽ നിങ്ങൾ അവിടെ ഇരിക്കും ഇതും കൊണ്ട്. LCD ഡിസ്പ്ലേയും ഈ മറ്റേ ക്യാമറ IP റേറ്റിംഗും വെച്ചോണ്ട് നിങ്ങൾ അവിടെ ഇരിക്കും. വേറൊരു സാധനത്തിന് ഈ സാധനം കൊള്ളത്തില്ല. പിന്നെ സെൽഫി മിറർ, പിന്നെ സെൽഫി ക്യാമറ എന്തിനാ കൊണ്ട് വെച്ചിരിക്കുന്നത്? അറിയാൻ മേല ഞാൻ ചോദിക്കുക. പിന്നെ നത്തിങ്ങിൻ്റെ വല്ല ഫോൺ എടുത്താൽ പോരെ ഈ സെൽഫി ക്യാമറ വേണമെങ്കിൽ. അതും പോട്ടെ, ഇതിനകത്ത് ഒരു നാപ്പും ഇല്ല സത്യം പറയാമല്ലോ. യൂസ് ചെയ്തെന്ന് പറയുക, 1 മണിക്കൂറും കൊണ്ട് ഞാൻ യൂസ് ചെയ്ത് എനിക്ക് സാറ്റിസ്ഫൈഡ് ആയി. കാശിനുള്ളത് ഫോൺ അത്ര എനിക്ക് അറിയില്ല, പോയി മേടിക്കരുത്.